അമ്മേ, ഇത്ര വേഗം ഷോപ്പിംഗും കഴിഞ്ഞെത്തിയോ? അല്ല, രാധയുണ്ടല്ലോ, ഇരിക്കും മോളെ. അമ്മേ, രാധ ചേച്ചി കാരണം ഞങ്ങൾക്ക് 6 രൂപ ലാഭം. എങ്ങനെ? ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വന്നില്ല, കാറിൽ കൊണ്ടുവന്നാക്കി. ഇവരെ കണ്ട കാരണം നീ ഇവിടെ ഒന്ന് വന്നല്ലോ മോളെ. അയ്യോ അമ്മേ, രാധ ചേച്ചി അങ്ങനെ ചുമ്മാ അവതാരം കാണിച്ചു വന്നല്ല. കാണാൻ കൊള്ളാവുന്ന ഒരു ചേട്ടൻ ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തെ കാണാനാ ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഒന്ന് ചുമ്മാതിരിക്കടി, ഈ പെണ്ണിന്റെ നാവിന് തീരെ എല്ലില്ല. ഇനി ഞാനിവിടെ വരില്ല. രാധ ഇവിടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് കൊണ്ടുപോരില്ലേ? ചേട്ടനെ കൊണ്ട് താലി കെട്ടിച്ച്. എന്താണ് ഇവിടെ ഒച്ചയും ബഹളവും? ചേട്ടനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് മേനോന്റെ മകൾ രാധ. മിസ് രാധ എന്തിനാ വന്നിരിക്കുന്നത്? വഴിയിൽ വെച്ച് ഇവരെ കണ്ടു. അമ്മേ, ഞാനൊന്ന് പുറത്തേക്ക് പോകും. കൊള്ളാം, രണ്ടുപേർക്കും നല്ല പോലെ അഭിനയിക്കാൻ അറിയാം. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ. വാ. ആരാ എന്റെ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്? What is your name? Hello, my name is Sorry, വായി നോക്കാതെ പോടാ. ആരെങ്കിലും ഒന്ന് തപ്പണമല്ലോ എന്ന്. അമിതാഭ് ബച്ചന്റെ അഭിനയം എനിക്ക് വലിയ ഇഷ്ടമാണ്. അഭിനയോ അതോ അമിതാഭ് ബച്ചനെയോ? മുഴുവൻ ചിരിച്ച് കളയല്ലേ, കുറച്ച് ബാക്കി വെച്ചേക്കണേ. സിനിമ കണ്ടിട്ട് വരികയാണോ? അടിപ്പടങ്ങൾ ഇഷ്ടമാണല്ലേ? എനിക്കും അങ്ങനെ അടിപ്പടങ്ങൾ വളരെ ഇഷ്ടമാണ്. താൻ അടി വാങ്ങുന്ന ലക്ഷണമുണ്ട്. കുരയ്ക്കുന്ന പട്ടി കടിക്ക്, ചുമ്മാ കുരയ്ക്കാതെ. പറഞ്ഞാലുണ്ടല്ലോ. നോക്കൂ, ഞാനൊരു സൗന്ദര്യ ആരാധകൻ. സൗന്ദര്യം എവിടെ കണ്ടാലും അത് ആസ്വദിച്ച് അഭിപ്രായം പറയാൻ ആരുടെയും അനുവാദം വേണ്ട. നമുക്ക് പോകാം. എങ്ങോട്ട്? തേക്കടി, കോവളം. ഓ, അത് ശരി. 1 മിനിറ്റ് പ്ലീസ്. Okay, oh, thank you. Let us proceed. Eat, drink, and merry. Enjoy life. സാറ് ഒന്ന് നന്നായി. ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുമായിരുന്നു. എന്താ കാര്യം? ഈ മനുഷ്യൻ ഞങ്ങളോട് മര്യാദകേടായി സംസാരിച്ചു സാർ. അയ്യോ, പച്ചക്കള്ളമാണ് സാർ. എന്നെ കണ്ട അങ്ങനെ തോന്നും. സന്ധ്യക്ക് പെൺകുട്ടികൾ ഇങ്ങനെ പാർക്കിൽ കറങ്ങി തിരിഞ്ഞിറന്നാൽ ആണുങ്ങൾ ചിലപ്പോൾ കളിയാക്കുന്നൊക്കെ വരും. അതൊഴിവാക്കി നേരത്തെ വീട്ടിൽ പോകുന്നില്ലേ നല്ലത്? ഞങ്ങൾക്ക് ഉപദേശമൊന്നും ആവശ്യമില്ല സാർ. പെൺകുട്ടികളോട് മര്യാദകേടായി പെരുമാറിയവനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് അറിയേണ്ടത്. അതിന് കഴിവില്ലെങ്കിൽ വിവരം പറഞ്ഞാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. എങ്ങനെ? കാലിൽ ചെരുപ്പിട്ടിരിക്കുന്നത് നടക്കാൻ വേണ്ടി മാത്രമല്ല, വേണ്ടി വന്നാൽ അടിക്കാൻ കൂടിയാണ്. തൽക്കാലം നിയമം നിങ്ങൾ കൈകാര്യം ചെയ്യണ്ട, അതിന് ഞങ്ങളുണ്ട്. നിങ്ങൾ പോണം. താങ്ക് യു സാർ. മടി. എന്താണ് അതിന്റെ പേര്? കേശവള്ള. ജോലി? കുക്കിയിൽ ഗമസ്തൻ. വക്കീൽ ഗുമസ്തൻ. ഏത് വക്കീലിന്റെ? അയ്യോ, മേനു സാറിനെ സാർ അറിയില്ലേ? കേരള വണ്ടിയിൽ. ചുമ്മാ വിട്ടാലേ തലേ കയറി കളയും. നോട്ടം. ഈ ജോലി രാജിവെച്ചത് നന്നായി മോനെ. നീ ഇവിടെ ഇല്ലെങ്കിൽ ഈ പ്രായമായ പെൺപിള്ളേരെയും കൊണ്ട് അമ്മ ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? എത്ര പാടുപെട്ടിട്ടാണ് അമ്മേ ഒരു ജോലി കിട്ടിയത്. സാരമില്ല, ഏതായാലും ഇവരുടെ കല്യാണം കഴിഞ്ഞാൽ എനിക്കും അമ്മയ്ക്കും ഇനി ജോലി കിട്ടുന്നിടത്തേക്ക് പോകാമല്ലോ. പോകാം.
മോനെ, ശാന്തയുടെ വിവാഹം നമുക്ക് കഴിയുന്നതും വേഗം നടത്തണം. അച്ഛൻ തീയതി വരെ നിശ്ചയിച്ചിരുന്നതല്ലേ. അതിനു മുമ്പ് അമ്മ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരുന്നാൽ പോയ അച്ഛൻ തിരിച്ചു വരും. ശാന്തയുടെ കല്യാണം അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് നടത്താം. പോരെ? അമ്മേ, ശാന്ത ചേച്ചിയുടെ കല്യാണമാണോ ആദ്യം നടക്കാൻ പോകുന്നത്? എന്താടി, നിന്റെ കല്യാണം ആദ്യം നടത്തണം? വേണ്ട വേണ്ട, പറയുന്ന ആളുടെ കല്യാണമല്ലേ ആദ്യം നടക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു തോന്നൽ. എന്റെ തോന്നൽ കുറച്ച് കൂടി പോകുന്നുണ്ട്. ഇവൾ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അവളോട് ചോദിക്കൂ. എന്താടി? അമ്മേ, ഈ നാട്ടിലെ പണക്കാരനായ ഒരു വക്കീലിന്റെ സുന്ദരിയായ മകൾ, പേര് രാധ. ചേട്ടൻ ആഴ്ചയിൽ 2 കത്തുകൾ വീതം അയക്കുന്ന കാര്യം പരസ്യമായ ഒരു രഹസ്യമാകുന്നു. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഇതൊക്കെ ഇവക്കറിയാനാണോ പ്രയാസം? വിമൻസ് കോളേജിലെ CID-കളെല്ലാം ഇവിടെ കീഴിലല്ലേ? അവളുടെ ഒരു എപ്പോ വിളിച്ചാലും സ്റ്റേഷനിൽ എത്താമെന്നുള്ള കരാറില SI കേശവപിള്ള വിട്ടയച്ചത്. എന്റെ ഗുരുവായൂരപ്പ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാനോ? അതും പെൺപിള്ളേർ ശല്യം ചെയ്തിട്ട്? എന്റെ പൊന്നിൻ ഇൻസ്പെക്ടർ സാറേ, ഓ വക്കീൽ സാറേ, ഒരു പെണ്ണെന്ന നിലയ്ക്ക് എന്റെ വീട്ടുകാരിയെ പോലും ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. പിന്നെയാണോ മറ്റു പെൺപിള്ളേർ ശല്യം ചെയ്യാൻ പോകുന്നത്? ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. കേശവപിള്ളയെ കൈയോടെ കൊണ്ടുചെല്ലാനാ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. വക്കീൽ സാറേ, ഏതായാലും എന്റെ ഗുമസ്തൻ അത്രക്കാരനല്ല. നിങ്ങൾ കാള് തെറ്റിയതാ. ഞാൻ SI യോട് സംസാരിച്ചോളാം, നിങ്ങൾ പോയിക്കോ. ഗുരുവായൂരപ്പ, രമേഷിന്റെ അച്ഛൻ മരിച്ച ദുഃഖത്തിൽ നിന്ന് നിങ്ങൾ മാത്രമല്ല ഞാനും ഇതുവരെ മോചിതനായിട്ടില്ല. ഇത്രയും എഫിഷ്യന്റ് ഒരു മാനേരെ എനിക്കിനി എവിടെ നിന്ന് കിട്ടാനാ? മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പാണ് ശാന്തയുടെ വിവാഹത്തെ കുറിച്ചുള്ള സംസാരിച്ചത്. എന്നെ കൊണ്ടാകാവുന്നതെല്ലാം ചെയ്യാമെന്ന് ഞാനും പറഞ്ഞു. പക്ഷെ ഇനി എന്ത് ചെയ്യാനാ? അവളുടെ അച്ഛൻ നിശ്ചയിച്ച തീയതിക്ക് തന്നെ വിവാഹം നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ചടങ്ങ് മാത്രം മതി. ചെറുക്കന്റെ വീട്ടുകാർക്കും സമ്മതമാ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗോപാലിന്റെ മനസ്സിന് ശാന്തി കിട്ടുന്ന കാര്യം അതായിരിക്കും. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ശാന്തയോട്. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ രമേശ് വിഷമിക്കണ്ട. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അത്യാവശ്യത്തിന് വേണ്ടത് എന്റെ കയ്യിൽ കാണും. ഇല്ലെന്നല്ല, എന്നാലും പണം മാത്രമല്ലല്ലോ പ്രശ്നം. ഈ വീട്ടിലെ ആദ്യത്തെ കല്യാണമാണ്. അത് ഭംഗിയായി നടക്കണം. പക്ഷേ അത് നടത്തേണ്ട ആള് ഞങ്ങളെ വിട്ടുപോയി. അച്ഛനില്ലാതെ ഞാനിതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ അതിനെന്താ, എന്നോടൊന്നും ചോദിക്കാം. അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അവളുടെ വിവാഹം മംഗളമായിട്ട് ഞാൻ നടത്തും. അല്ല, ഈ പെമ്പിളര് വളരുന്നൊരു വളർച്ചയെ ഫ്രോക്ക് വിട്ടുകൊണ്ട് ഇതിലേ കളിച്ചിടുന്ന പെങ്കൊച്ച നോക്കി. ആ അടുത്ത കൊല്ലാകുമ്പോഴത്തേക്ക് ഇവളൊരു കുറ്റം താരാട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കും. അതൊക്കെ ഗോപാലിന്റെ മകളുടെ വിവാഹം കമ്പനി ചെലവിൽ നടത്തേണ്ടത് നമ്മുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. പ്രശ്നത്തിന് വേണ്ടി ഇത്രയും വലിയൊരു തുക ചെലവാക്കണോ? എടോ ഡിസൂസ, താൻ ഇത്രയ്ക്കും മധേനാണ്. ഉണ്ണിത്താൻ ഒന്ന് കാണാതെ മറ്റൊന്ന് ചെയ്യില്ല. അതെ, ഇല്ല മറ്റേ വർത്താനം പറയുന്നത്. നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും രഹസ്യം എനിക്കുണ്ടോ? അതില്ല. പക്ഷേ അവരിങ്ങോട്ട് ആവശ്യപ്പെടാതെ അങ്ങോട്ട് എന്ന് കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞതിലാ ഞങ്ങൾക്ക് സംശയം. എന്റെ പൊന്നു മുതലാളി, വല്ല പ്രത്യേക ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നെ ഈ കാര്യത്തിൽ ഇടപെടുത്തരുത്. അന്നത്തെ അടിക്ക് 2 അണപ്പല്ല ഞാൻ വിഴുങ്ങിപ്പോയത്. വേണ്ട. എടോ ശേഖർ, ഉണ്ണിത്താൻ എന്ത് ചെയ്താലും നമ്മൾ അറിയില്ലേ? പിന്നെന്താ? അപ്പൊ അതുവരെ ആ കാര്യം സസ്പെൻസിൽ ഇരിക്കട്ടെ. ഓ, സസ്പെൻസ്.